ഗുഡ് മോർണിംഗ്. തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അസംഷൻസ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വരെ നമ്മൾ പറഞ്ഞു നിർത്തിയതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പേ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണെന്ന് ഒന്നും കൂടെ ഒന്ന് റീഫ്രഷ് ചെയ്യാം. എന്താ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഫേം അതിൻ്റെ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്ന മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ നമ്മൾ വിളിക്കുന്ന പേരാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഒരു എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ എ എന്ന് പറയുന്ന കമ്പനിക്ക് ഒരാൾ എന്ത് ചെയ്യുകയാണ്, 1000 രൂപ നിക്ഷേപിക്കുകയാണ്. ആ 1000 രൂപ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ഈ ആളുടെ കയ്യിലുള്ള എമൗണ്ടാണ് ഈ എ എന്ന് പറയുന്ന കമ്പനിയിൽ നിക്ഷേപിക്കുന്നത്. അപ്പോൾ ഈ കമ്പനി എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും ആ എമൗണ്ടിൻ്റെ മുകളിൽ ഒരു നിശ്ചിത റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ വ്യക്തിക്ക് കൊടുക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ആ കൊടുക്കുന്ന ആ ഇൻട്രസ്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അസംഷൻസ് വരെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ദി കൺസെപ്റ്റ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിലൊരു 7 പോയിൻ്റാണ് നിങ്ങൾക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. നമുക്ക് ഓരോ പോയിൻറ്റും 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് പോയിൻ്റാണ് യൂസ്ഫുൾ ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൺസെപ്റ്റ് എന്ത് ചെയ്യാറുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫേമിൻ്റെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസോ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് വേരിയസ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽസ് ഉണ്ടായിരിക്കും. അതിൽ ഏറ്റവും പ്രോഫിറ്റബിലിറ്റി ആയിട്ടുള്ള ഏതാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കാൽക്കുലേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സ് എന്തേ ചെയ്യുള്ളൂ, ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ളതിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ആണ് യൂസ്ഫുൾ ഇൻ ഡിസൈനിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഒരു ഫേമിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്നതിൽ എന്ത് ചെയ്യുന്നുണ്ട്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് വളരെ യൂസ്ഫുൾ ആവുന്നുണ്ട്. ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് വെരി യൂസ്ഫുൾ ഫോർ ഫാക്ടർ ഇൻ ഡിസൈനിങ് ദ ഫേംസ് ക്യാപിറ്റൽ സ്ട്രക്ചർ. എന്താ, ഒരു ഫേമിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. തേർഡ് പോയിൻ്റ് ആണ് യൂസ്ഫുൾ ഇൻ ഡിസൈഡിങ് ദ മെത്തേഡ്സ് ഓഫ് ഫിനാൻസ്. ഒരു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്തിനും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്, ഏത് മെത്തേഡ് ഓഫ് ഫിനാൻസ് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ, അത് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എ കമ്പനി യൂഷ്വലി പ്രിഫർ ദി മെത്തേഡ്സ് ഓഫ് ഫിനാൻസിങ് വിച്ച് ബിയർ ദി ലീസ്റ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനി എപ്പോഴും എന്താണ് യൂഷ്വലി പ്രിഫർ ചെയ്യുന്നത്, ഏറ്റവും കുറച്ച് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൊടുക്കേണ്ട മെത്തേഡാണ് കമ്പനി എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫോർത്ത് ഇമ്പോർട്ടൻസ് ആണ് യൂസ്ഫുൾ ഇൻ ഇവാലുവേഷൻ ഓഫ് പെർഫോമൻസ് ഓഫ് മാനേജ്മെൻറ്റ്. ഒരു മാനേജ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ഒക്കെ പെർഫോമൻസ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ആണ് യൂസ്ഫുൾ ഇൻ ഇവാലുവേഷൻ ഓഫ് എക്സ്പാൻഷൻ ഓഫ് പ്രൊജക്റ്റ്. It is on the basis of comparison of cost of capital with marginal rate on investment. The decision is taken whether they accept or reject the expansion of project. അപ്പോൾ പ്രൊജക്റ്റുകൾ ഉണ്ടാവും, ആ പ്രൊജക്റ്റിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലൊക്കെ കമ്പയർ ചെയ്തിട്ടാണ് ആ പ്രൊജക്റ്റ് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ള ഡിസിഷൻ എടുക്കുന്നത്. നെക്സ്റ്റ് 6th ഇമ്പോർട്ടൻ്റ് ആണ് ഒപ്റ്റിമം മൊബിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഇറ്റ് എനേബിൾ ദി ഓർഗനൈസേഷൻ ടു മൊബിലൈസ് ഇറ്റ്സ് ഫണ്ട് ഫ്രം നോൺ പ്രോഫിറ്റബിൾ ടു പ്രോഫിറ്റബിൾ ഏരിയാസ്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഓർഗനൈസേഷനെ ഫണ്ടൊക്കെ മൊബിലൈസ് ചെയ്തിട്ട് നോൺ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള മേഖലയിൽ നിന്നും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഏരിയാസിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഫണ്ട് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് 7th പോയിൻ്റ് ആണ് അതർ യൂസസ്. മറ്റു യൂസസുകളും കൂടെ എന്തിനുണ്ട്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന കൺസെപ്റ്റിനുണ്ട്. അതൊക്കെയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ മെനി ഏരിയാസ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിങ്ങിൻ്റെ പല ഏരിയാസിലും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്ത് വരുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് കൊടുക്കുന്ന കേസിൽ റീറ്റെയിൻഡ് ഏർണിങ്സ്, പ്രോഫിറ്റിന് നിശ്ചയ ശതമാനം കമ്പനി എന്ത് ചെയ്യാറുണ്ട്, ഫ്യൂച്ചർ ആവശ്യത്തിന് വേണ്ടിയിട്ട് നിലനിർത്താറുണ്ട്. അതാണ് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത്. ആ റീറ്റെയിൻഡ് ഏർണിങ്സ് എത്രയാണെന്ന് ഡിസൈഡ് ചെയ്യാൻ, അതുപോലെ തന്നെ ക്യാപിറ്റൽ സ്ട്രക്ചർ, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസിൽ പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിറ്റർമൈൻ ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ ചില ഫാക്ടേഴ്സ് ഒക്കെ കൺസിഡർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ചുമത്തുന്നത്. അപ്പോൾ ആ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾക്കൊരു 5 ഫാക്ടേഴ്സാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ വരുന്ന ഫസ്റ്റ് ഫാക്ടറാണ് ജനറൽ എക്കണോമിക് കണ്ടീഷൻസ്. അപ്പോൾ എന്താ ജനറൽ എക്കണോമിക് കണ്ടീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ ജനറൽ എക്കണോമിക് കണ്ടീഷൻസ് ഡിറ്റർമൈൻ ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ദി ക്യാപിറ്റൽ വിതിൻ ദി എക്കോണമി ആസ് വെൽ ആസ് ദി ലെവൽ ഓഫ് എക്സ്പെക്റ്റഡ് ഇൻഫ്ലേഷൻസ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ജനറൽ എക്കണോമിക് കണ്ടീഷൻസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്താണെങ്കിൽ ഒരു എക്കണോമിയിലെ ഡിമാൻഡും അതുപോലെ തന്നെ സപ്ലൈയും
ക്യാപിറ്റലിൻ്റെ ഡിമാൻഡും സപ്ലൈ എന്ത് ചെയ്യുന്നുണ്ട്, ജനറൽ എക്കണോമിക് കണ്ടീഷൻസ് വഴി ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഇൻഫ്ലേഷൻ റേറ്റും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇഫ് ദ ഡിമാൻഡ് ഫോർ ദി മണി ഇൻക്രീസസ് വിത്തൗട്ട് ആൻ ഇക്വാലൻറ്റ് ഇൻക്രീസസ് ഇൻ സപ്ലൈ, ക്രെഡിറ്റേഴ്സ് വിൽ റൈസ് ദ റിക്വയർഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇവിടെ എന്താ പറയുന്നത്, ഡിമാൻഡ് ഒരു ക്യാഷിൻ്റെ അല്ലെങ്കിൽ മണിയുടെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുകയാണ്, പക്ഷേ അവിടുത്തെ സപ്ലൈയിലൊന്നും എന്ത് ചെയ്തിട്ടില്ല, മാറ്റം വന്നിട്ടില്ല. ഇങ്ങനെയാണെങ്കിൽ ക്രെഡിറ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അവർ കൂടുതൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റിക്വയർഡ് ആവുന്നുണ്ട്. അപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. ഇത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ജനറൽ എക്കണോമിക് കണ്ടീഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫാക്ടറാണ് റിസ്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ എഫക്റ്റ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഹാസ് എ ഡയറക്റ്റ് റിലേഷൻ വിത്ത് റിസ്ക്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന് റിസ്ക്കുമായിട്ട് എന്തുണ്ട്, ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻ ഉണ്ട്. ഇഫ് ദ റിസ്ക് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദി ക്യാപിറ്റൽ ഈസ് ഹയർ, the cost of capital will also be higher. റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ ക്യാപിറ്റൽ എന്തുണ്ട്, റിസ്ക് ഉണ്ട്. ഹൈ റിസ്ക് ഉള്ള ക്യാപിറ്റലിന് എന്തുണ്ടായിരിക്കും, ഹൈ റേറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ഒരു ക്യാപിറ്റലിന് റിസ്ക് കൂടുതലാണെങ്കിൽ അവിടുത്തെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്തായിരിക്കും, കൂടുതലായിരിക്കും. റിസ്ക് കുറവാണെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പോൾ അതാണ് റിസ്കിൽ പറയുന്നത്. തേർഡ് പോയിൻ്റ് ആണ് എമൗണ്ട് ഓഫ് ഫിനാൻസ് റിക്വയർഡ്. മറ്റൊരു ഫാക്ടറാണ് എമൗണ്ട് ഓഫ് ഫിനാൻസ് റിക്വയർഡ്. ഇറ്റ്സ് അഡീഷണൽ ഫണ്ട്. എമൗണ്ട് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത് ഒരു കമ്പനിക്ക് എന്ത് ചെയ്യാം, അഡീഷണൽ ഫണ്ട് ആവശ്യമാകുന്ന കേസാണ് പറയുന്നത്. ദി ഇൻവെസ്റ്റേഴ്സ് മേ ആസ്ക് ഹയർ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ വിച്ച് മീൻസ് ഹയർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. എന്ന് വെച്ചാൽ ഒരു ഫേമിന് അഡീഷണൽ ഫണ്ട് ആവശ്യമായ സമയത്ത് ഫേം എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഇൻവെസ്റ്റേഴ്സിനോട് കുറച്ചും കൂടെ ക്യാഷ് കൊടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറയും. അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഡിമാൻഡ് കൂടുതൽ ചെയ്യുക. അപ്പോൾ അവർ വിചാരിക്കും കമ്പനിയുടെ കയ്യിൽ പൈസ ഇല്ല, അപ്പോൾ ഞങ്ങളുടെ കയ്യിലെ പൈസ ഉള്ളൂ, കമ്പനി എന്ത് ചെയ്യുകയാണ്, ക്യാഷ് ചോദിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യും, ഹൈ റേറ്റ് ഓഫ് റിട്ടേൺ, അവരുടെ റേറ്റ് ഓഫ് റിട്ടേൺ കൂട്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുക, പറയുക. അത് പറയുന്നത് എന്താണ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ അഡീഷണൽ ഫണ്ട് ആവശ്യമുള്ള സമയത്ത് ഒരു ഫേമിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ്. എന്താ ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്ലോട്ടേഷൻ കോസ്റ്റ് റെഫേഴ്സ് ടു ദി കോസ്റ്റ് ഓഫ് മാർക്കറ്റിംഗ് ന്യൂ സെക്യൂരിറ്റീസ്. പുതിയ സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ ഇറക്കുമ്പോൾ ഉള്ള കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ലീഗൽ ഫീസ്, പ്രിൻറ്റിംഗ് എക്സ്പെൻസസ്, സെയിൽസ് കമ്മീഷൻ, അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്, ഫ്ലോട്ടേഷൻ കോസ്റ്റിന് എക്സാമ്പിളാണ്. വെൻ ദ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ആർ ഇൻക്വയർഡ് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വിൽ ബി ഇൻക്രീസ്ഡ്. ഈ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഇൻക്വയർഡ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണെങ്കിൽ അവിടുത്തെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ത് തന്നെയായിരിക്കും, കൂടുതൽ തന്നെയായിരിക്കും. നെക്സ്റ്റ് ആണ് ടാക്സ്. In capital budgeting, all cash flows are evaluated on the basis of after tax basis. ഒരു ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൽ എല്ലാ ക്യാഷ് ഫ്ലോസും ഇവാലുവേറ്റ് ചെയ്യുന്നത് ആഫ്റ്റർ ടാക്സ് ബേസിസിലാണ്. അത് എന്ന് പറയുന്നത് ടു ബി കോൺസ്റ്റൻറ്റ് വിത്ത് ഇറ്റ്സ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മസ്റ്റ് ആൾസോ ബി മെഷേർഡ് ഓൺ ആഫ്റ്റർ ടാക്സ് ബേസിസ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫേം ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, ആഫ്റ്റർ ടാക്സ് ബേസിസിലായിരിക്കണം എന്ത് ചെയ്യാൻ, ടാക്സ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഇവിടെ പറയുന്നത്. ദ സ്പെഷ്യൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ദാറ്റ് ആക്ച്വലി റിക്വയർ എനി ടൈപ്പ് ഓഫ് ടാക്സ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇഫ് ദ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് ഡെപ്റ്റിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ സ്പെസിഫൈഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആക്ച്വലി റിക്വയർ കേസില്ലേ, ആ സമയത്ത് ടാക്സ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയാണ് ടാക്സിൽ പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ പഠിച്ച ഫാക്ടേഴ്സ് ഓഫ് ഡിറ്റർമൈനിങ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഡിറ്റർമിനേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ ഡിറ്റർമിനേഷൻ ചെയ്യുന്നതാണ് പറയുന്നത്. For the purpose of determination of cost of capital, all sources of capital grouped under the following four components. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിറ്റർമിനേഷൻ ചെയ്യാനുള്ള പർപ്പസുമായി ബന്ധപ്പെട്ട് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽസിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, താഴെ കുറച്ച് ഗ്രൂപ്പ് പറയുന്നുണ്ട്. ആ ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. പ്രധാനമായിട്ടും 4 ഗ്രൂപ്പാണ് വരുന്നത്. ഫസ്റ്റ് വരുന്നതാണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, സെക്കൻഡ് ആണ് റീറ്റെയിൻഡ് ഏർണിങ്സ്, തേർഡ് ആണ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ഫോർത്ത് ആണ് ഡെപ്റ്റ് ക്യാപിറ്റൽ. അപ്പോൾ ഇത്രയും ഹെഡിങ് ആയിട്ടാണ് ഒരു കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്. Before calculating overall cost of capital, an attempt may be made to calculate the cost of each of the above components. Cost of debt, cost of preference share capital, cost of equity capital, cost of retained earnings. ഒരു കമ്പനി അതിൻ്റെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുൻപേ താഴെ പറയുന്ന ഈ കമ്പോണൻസ് ഒക്കെ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്തിരിക്കണം. ആ കമ്പനിയുടെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എത്രയാണ്, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എത്രയാണ്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്രയാണ്, കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് എത്രയാണെന്നൊക്കെ എന്ത് ചെയ്യണം, ഒരു ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണക്കാക്കുന്നതിന് മുൻപ് എന്ത് ചെയ്യണം, ഒരു കമ്പനി കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നിന്നാണ് ശരിക്കും നമ്മുടെ ചാപ്റ്റർ
ആരംഭിക്കുന്നത്. പക്ഷേ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഓരോ പ്രോബ്ലംസ് ആണ്. കോസ്റ്റ് ഓഫ് ഡെപ്റ്റുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ്, കോസ്റ്റ് ഓഫ് പ്രിഫറൻഷ്യൽ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ്, അതുപോലെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ടത്, കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സുമായി ബന്ധപ്പെട്ടത്, പിന്നെ എക്സ്ട്രാ നമുക്കൊരു ക്യാപ്പം അപ്രോച്ചും പഠിക്കാനുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്ലാസ് തൊട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നത്, ഫസ്റ്റ് ഒരു ക്ലാസ്സിൽ നമ്മൾ കോസ്റ്റ് ഓഫ് ഡെപ്റ്റിനെ കുറിച്ച് പഠിക്കും. നെക്സ്റ്റ് ക്ലാസ്സിൽ കോസ്റ്റ് ഓഫ് പ്രിഫറൻഷ്യൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാം. അപ്പോൾ ഇത് പ്രോബ്ലമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷോർട്ട് എസ്സേയും എസ്സേയും ചോദിക്കുന്ന പ്രോബ്ലംസ് ആണ്. എസ് ചോദിക്കുകയാണെങ്കിൽ ഇതിൽ കുറേ മേഖലകളുണ്ട്, ആഫ്റ്റർ ടാക്സ്, ബിഫോർ ടാക്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ മൊത്തത്തിലാവും ചോദിക്കുക. നിങ്ങൾക്ക് ഞാൻ പ്രോബ്ലം പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാവും. അപ്പോൾ ആ രീതിയിലാണ് ഈ ചാപ്റ്റർ കിടക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നെടുത്തത്. ഇന്നെടുത്ത കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.